കോഴിക്കാട് പള്ളിയിൽ ഇന്ന് നടന്ന ജെറിനച്ചന്റെ പുത്തൻ കുർബാനയിലെ നന്ദിപ്രസംഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മില്ലാരിൽ നിന്ന് അകലെയല്ല എന്ന്. ഞാൻ ഇന്ന് ഈ ബലിപീഠത്തില് ബലിയർപ്പിച്ച് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ നല്ല തമ്പുരാനോടാണ്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ വേദനയോടുകൂടി ഈ നല്ല തമ്പുരാന്റെ സന്നിധിയിൽ ഞാൻ വന്നിട്ടുണ്ടോ, ആ നിമിഷമെല്ലാം ആ തമ്പുരാന് എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. എൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ എൻ്റെ ദൈവവിളിക്ക് കോട്ടം വരുന്ന രീതിയിൽ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ബലിപീഠത്തിൽ മുറുക്ക പിടിച്ചു കിടന്നു. അതിൻ്റെ ഉത്തരമാണ് ഇന്ന് ഞാൻ ഈ കാപ്പയിട്ട് ഈ ബലിപീഠത്തിൽ കുർബാന അർപ്പിച്ച് ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ നല്ല തമ്പുരാന്റെ കരുതലും സ്നേഹവും എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. കാര്യം ഈ സെമിനാരിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണെങ്കിലും എനിക്ക് 2-3 ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വന്നതാണ്. പക്ഷെ ഇതിലെല്ലാം വണ്ടികൾക്ക് കേട് വന്നിട്ടല്ലാതെ എൻ്റെ ശരീരത്ത് ഒരു പോറൽ പോലും ഏറ്റിട്ടുമില്ല. ഇത് വീട്ടിലോട്ട് അറിഞ്ഞിട്ടുമില്ല. അപ്പം എന്നെ ദൈവം എങ്ങനെയൊക്കെയോ കാത്തു പരിപാലിച്ചു എന്നുള്ളത് ഞാൻ അന്ന് മുതലേ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ അത് ഇത്രയും വലിയൊരു ശ്രേഷ്ഠമായ പദവിയിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കുറെ വൈകിപ്പോയി. എനിക്ക് 10 കഴിഞ്ഞപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു സെമിനാരി പോകണമെന്നുള്ളത്. +2 കഴിഞ്ഞപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഡിഗ്രി പഠനത്തിന് ശേഷം തന്നെയാണ് ഞാൻ സെമിനാരിയിലേക്ക് പോയത്. പിന്നീടുള്ള 10 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് ഈ ബലിപീഠത്തിലായിരിക്കുമ്പോൾ, ഇന്നിവിടെ കൃതജ്ഞതയുടെ ബലിയർപ്പിച്ച് ഈ ഒരു മേശപ്പുറത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് നന്ദി പറയേണ്ടത് അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനോടാണ്. പണ്ടേ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു മുഖമാണ് ജോഷുവ പിതാവിൻ്റെത്. കാര്യം എങ്ങനെയാണ് ഇത് പതിഞ്ഞു എന്നൊന്നും എനിക്കറിയത്തില്ല. ജോഷുവ പിതാവിന്റെ ഒരു നീല സ്കോഡയുടെ വണ്ടിയാണ് എൻ്റെ മനസ്സിൽ അന്നു മുതലേ ഉണ്ടായിരുന്നത്. കാലപ്പഴക്കത്തില് സെമിനാരിയിൽ പ്രവേശിക്കുവാൻ നേരത്താണ് പിന്നീട് ഞാൻ ആ പിതാവിന്റെ മുഖം അങ്ങനെ മനസ്സിലാക്കി, ഇത് രൂപതയാണ് അല്ലെങ്കിൽ ഈ രൂപത അധ്യക്ഷൻ ഇതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. കാര്യം പള്ളി വരുന്നു അല്ലെങ്കിൽ ഇതുമായിട്ട് പ്രവർത്തനങ്ങളുണ്ട്, അല്ലാതെ ഇതിന്റെ സഭാ സ്ട്രക്ചർ എങ്ങനെയാണ് ഇതിനുമായിട്ടൊന്നും വലിയ ഒരു ആഴമായിട്ടുള്ള ഒരു പഠനത്തിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ എൻ്റെ സെമിനാരി പ്രവേശനത്തിലൂടെ എന്നെ സെമിനാരിയിലെടുത്തു. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കിനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല, എൻ്റെ ദൈവവിളി നഷ്ടപ്പെട്ടു എന്ന ഒരു സന്ദർഭമുണ്ടായപ്പോൾ അഭിവന്യ പിതാവാണ് എന്നെ കരുതലോടെ എൻ്റെ ദൈവവിളിയെ പരിപാലിച്ചത്. അതിനുവേണ്ടി ഒരു അപ്പൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ശാസനകൾ നൽകും, ചിലപ്പോൾ സ്നേഹിക്കും. അതുപോലെ തന്നെ ഇഗ്നാത്തിയോസ് പിതാവ് ഒരു നല്ല അപ്പൻ എന്ന രീതിയിൽ എന്നെ ശാസിച്ചിട്ടുണ്ട്, എന്നെ കരുതിയിട്ടുണ്ട്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ആ പിതാവിനാൽ എന്നെ വൈദിക പദവിയിലേക്ക് ഉയർത്തുവാനായിട്ട് സാധിച്ചത്. ഇന്ന് ഈ ബലിപീഠത്തിലായിരുന്നപ്പോൾ അഭിവന്യ പിതാവ് തൻ്റെ മുട്ടുവേദനയാണ്, പക്ഷേ ഇന്ന് രാവിലെ പറന്തൽ കുർബാന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് ഇന്നിവിടെ കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞ് 11 മണിയായപ്പോൾ പിതാവിന് ഇനി കറ്റാനത്തുണ്ട്. അത് കഴിഞ്ഞ് കറ്റാനത്ത് നിന്ന് നേരിട്ട് വഴുതാനത്ത് അടുത്ത പുത്തൻ കുർബാനയ്ക്ക് പിതാവ് പോവുകയാണ്. ഇന്ന് പിതാവ് രാത്രി 9 മണി കഴിയാതെ തിരിച്ച് അരമനെ വരത്തില്ല. ഇന്നലെ പട്ടം കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ആന്നേലും പിതാവ് വളരെ ടയർഡായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് ടീമുകൾ തൃശ്ശൂരിൽ നിന്ന് കാണാൻ വന്നു. പിതാവിൻ്റെ ഉച്ചയ്ക്കത്തെ ഉറക്കം പോയി. അതിനുശേഷം പിതാവ് ഒരു ക്രിസ്മസ് സന്ധ്യ കാണാനായിട്ട് പോയി. അങ്ങനെ രാത്രി പിതാവ് വരുന്നത് രാത്രി 10 മണിക്കാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഇടയ്ക്കാണ് അഭിവന്യ പിതാവായിരിക്കുന്നത്. ഇതിനിടയ്ക്കും എന്നോടുള്ള സ്നേഹത്തെ പ്രതി, കരുതലിനെ പ്രതി എന്നോട് രാവിലെ ഇന്ന് ഇവിടെ വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പിതാവിനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അടുത്തതായി മാവേലിക്കര ഭദ്രാസനത്തിന്റെ മോൻസഞ്ചോറായിരിക്കുന്ന സ്റ്റീഫൻ കൊളത്തുങ്കരോട് അച്ഛനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അച്ഛൻ ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ഞങ്ങൾ അരമനയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന അവസാന ഘട്ടത്തെ പരിശീലനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചത് അച്ഛനാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എൻ്റെ ഫോർമേഷൻ കാലയളവില് വിജിമാരായിട്ടിരുന്നത് യൂഹാനോൻ റംബാച്ചന്, ജോസ് വെൺമലോട്ടച്ഛന്, ചരുവിള കോർപ്പിസ്കോ അച്ഛന്മാരാണ്. ഈ അച്ഛന്മാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പിന്നീട് ഞാൻ സെമിനാരി പ്രവേശിച്ചപ്പോൾ എന്നെ സ്നേഹത്തോടെ ആ സെമിനാരിയിലേക്ക് സ്വീകരിച്ചത് ഡാനിയൽ മംഗലത്തച്ഛനാണ്. ഡാനിയൽ മംഗലത്തച്ഛൻ്റെ സ്നേഹവും കരുണയും കൊണ്ടാണ് എൻ്റെ മൈനർ സെമിനാരി പരിശീലന കാലഘട്ടം ആരംഭിക്കുന്നത്. അച്ഛൻ തന്ന
ഒരു ഫോർമേഷനാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഇന്ന് ഈ ഒരു ബലിപീഠത്തിലായിരിക്കുമ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടിയ ആ അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നീട് റെക്ടറായിട്ട് വന്നത് ജോൺ ജേക്കബ് പേരൂപ്പറമ്പിൽ അച്ഛനാണ്. അച്ഛൻ്റെ സമയത്താണ് എൻ്റെ റീജൻസി കാലഘട്ടം. ഈ സമയത്ത് തന്നെയാണ് ഞാൻ ക്ലർജി ഹോമിലും റീജൻസി ചെയ്യുന്നത്. അവിടെ എൻ്റെ മുൻ വികാരി അച്ഛനായിരുന്ന ജോൺസൺ കാരിക്കുന്നിൽ അച്ഛനായിരുന്നു. ഈ അച്ഛന്മാരെന്നോട് കാണിച്ച സ്നേഹവും കരുതലും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അടുത്തതായി മൈനർ സെമിനാരി റെക്ടറായിട്ട് വന്നത് കൈതവനേച്ചനാണ്. കൈതവനേച്ചൻ വന്നപ്പോൾ ഞാൻ അതുവരെ സെമിനാരിയിൽ സുഖജീവിതത്തിലായിരുന്ന എന്നെ പിടിച്ച് പെട്ടെന്ന് അരമനയിലോട്ട് മാറ്റി അച്ഛൻ. കാര്യം അച്ഛൻ അതിന് പറഞ്ഞ റീസൺ, നമ്മൾ രണ്ടുപേരും ഒരു പള്ളി ആയതുകൊണ്ട് ഒരുമിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞു. അതെനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. കാര്യം ഞാൻ ഒരു വർഷക്കാലത്തോളം മൈനർ സെമിനാരിയിലായിരുന്നു. അവരോട് ഒത്തിരി ഇടപഴകി ഇരുന്നപ്പോഴാണ് കൈതവനച്ചൻ വന്നിട്ട് എന്നെ പെട്ടെന്ന് മാറ്റുന്നത്. പക്ഷേ എന്തുവായാലും ആ റീജൻസിയും എനിക്ക് ഒത്തിരി ഉപകാരമായിരുന്നു. കൈതവനച്ചനെ ഞാൻ പിന്നീട് നന്ദി പറയുന്നുണ്ട്. ആ റെക്ടർമാരെ പറഞ്ഞു കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നീടുള്ള എബി പാലവിളയച്ചനാണെങ്കിലും എൻ്റെ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അച്ഛനായിരുന്നു റെക്ടർ. ആ ഒരു എന്നെ മനസ്സിലാക്കാനും എന്നെ കരുതുവാനും അച്ഛൻ കാണിച്ച ത്യാഗത്തെയും എല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇപ്പോൾ റെക്ടർ അച്ഛനായിരിക്കുന്ന ജിബിനച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ ഞങ്ങളൊരു ഡീക്കൻ പട്ടം സ്വീകരണ സമയത്തും ഇന്ന് വൈദികരായി ഇന്നലെ ഞങ്ങളെ ഉയർത്തി അതിനുശേഷം ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി ആഹാരം തരാൻ അത്ര കരുതലുള്ള ഒരച്ഛനാണ്, പ്രാർത്ഥിക്കുന്ന ഒരച്ഛനാണ് ജിബിനച്ഛൻ. ആ ജിബിനച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ശുശ്രൂഷകളെല്ലാം ക്രമീകരിക്കപ്പെട്ടു. അത് അച്ഛനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വൈസ് റെക്ടർ അച്ഛന്മാരായിട്ടുണ്ടായിരുന്നത് ഞാൻ മൈനർ സെമിനാരി ചെന്നപ്പോൾ അവിടെ നമ്മുടെ ഇടവക്കാരനായ ഡെന്നീസ് അച്ഛൻ തന്നെയായിരുന്നു അവിടെ വൈസ് റെക്ടർ. അച്ഛനിൽ നിന്നാണ് ബാസ്കറ്റ് ബോളിന്റെ ബേസിക് പാഠങ്ങളെല്ലാം ഞങ്ങൾ പഠിച്ചത്. പിന്നീട് മേജർ സെമിനാരി ചെന്നപ്പോഴാണ് അച്ഛൻ പഠിപ്പിച്ച റൂൾസ് എല്ലാം അച്ഛൻ അനുകൂലമായിട്ടുള്ള റൂൾസുകളായിരുന്നു പഠിപ്പിച്ചതെന്ന് മനസ്സിലായത്. പക്ഷേ പിന്നീട് ഞങ്ങൾ എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ പഠിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ ബാസ്കറ്റ് കളിക്കാനായിട്ടൊക്കെയുള്ളൊരു അവസരം ഉണ്ടായി. പിന്നീട് അത് കഴിഞ്ഞ് ജോൺ തോട്ടത്തിലച്ഛനാണ് ഞങ്ങളുടെ വൈസ് റെക്ടറായിട്ട് വന്നത്. അച്ഛൻ 3 വർഷക്കാലത്തോളം മൈനർ സെമിനാരി വൈസ് റെക്ടറായിട്ടിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് ഒത്തിരി ഫോർമേഷൻ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അച്ഛനെ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതിനുശേഷം സജനച്ഛനാണ് വൈസ് റെക്ടറായിട്ടിരുന്നത്. സജനച്ഛൻ ഇരുന്നപ്പോഴാണ് എൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായി. മുന്നോട്ട് പോകണമോ വേണ്ടായോ എന്നുള്ള ഒരിതിൽ വന്നപ്പോൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തത് സജനച്ഛനാണ്. പിന്നീട് ഇപ്പോൾ വൈസ് റെക്ടറായിട്ടിരിക്കുന്ന ബിനുവച്ചനാണ് ഇന്നലത്തെ പട്ടം കൊടയ്ക്കും ഇന്ന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. ബിനുവച്ചനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇവിടെ ആയിരുന്ന മുൻ വികാരിമാരെ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. എൻ്റെ സെമിനാരിയിലേക്ക് അയച്ചത് ബഹുമാനപ്പെട്ട ജോൺസൺ കാരിക്കുന്നിൽ അച്ഛനാണ്. അച്ഛൻ ഒത്തിരി സ്നേഹം എന്നോട് കാണിച്ചിട്ടുണ്ട്, ഒത്തിരി ഔദാര്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആ സമയങ്ങളിലൊക്കെ അല്പം കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരമെല്ലാം ഒരു നല്ല ഇടയന്റെ ഒരു മനോധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ചത് ജോൺസൺ കാരിക്കുന്നിൽ അച്ഛനാണ്. അച്ഛനെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. പിന്നീട് വന്നത് ജോസ് കോട്ടയ്ക്കാത്തച്ഛനാണ്. ജോസ് കോട്ടയ്ക്കാത്തച്ഛൻ്റെ കൂടെ എനിക്ക് കുർബാനയ്ക്ക് കൂടാൻ പേടിയായിരുന്നു. കാര്യം ഇന്ന് നിങ്ങൾ കുർബാന കൂടിയപ്പോൾ കണ്ടു കാണുമല്ലോ എൻ്റെ ട്യൂണൊക്കെ. അപ്പോൾ ജോസ് അച്ഛൻ ഏത് ശുഭഹോ ഇടുന്നോ ഞാനതിന് മെനപോലെ ഇടണം. അപ്പം എനിക്കത് വളരെ പ്രയാസമായിരുന്നു. പക്ഷേ എന്നാൽ തന്നെ ജോസ് അച്ഛൻ ഇത് കഴിയുമ്പോൾ ഒരു ട്രെയിനിങ് ഒക്കെ എനിക്ക് തരുമായിരുന്നു. പക്ഷേ എത്ര ട്രെയിനിങ് കിട്ടിയാലും എനിക്ക് അതിനുള്ളൊരു കൃപ ദൈവം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിതാവസാനം വരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് ബലി അർപ്പിക്കും എന്നത് മാത്രമേ എനിക്കിതിനകത്ത് പറയാനായിട്ടുള്ളൂ. ജോസച്ചനെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. പിന്നീട് വന്നത് സാമച്ചനാണ്. സാമച്ചന് പിന്നെ ഭയങ്കര കരുതലാണ്. എന്തോ തെറ്റ് വന്നാലും അല്ലെ എന്ത് വന്നാലും പോട്ടെ സാരമില്ലടാ എന്നെ ചേർത്ത് നിർത്തിയ ഒരച്ഛനാണ്. പിന്നീടാണെങ്കിലും എൻ്റെ വീട്ടിലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അല്ലെ അപ്പൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നു കഴിയുമ്പോൾ സാമച്ചനാണ് ഉടനെ വീട്ടിലേക്ക് വരുന്നത്. അത് അന്നും ഇന്നുമാണെങ്കിലും ആ സാമച്ചനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അച്ഛനെന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ വീട്ടിൽ വന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത്. സാമച്ചനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മനുവച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ സെമിനാരിയിൽ എനിക്ക് അവധി കിട്ടത്തില്ല. ആ സമയത്ത് പ്രതിസന്ധികളൊക്കെ വീട്ടിൽ പ്രതിസന്ധികൾ വരുന്നു, അല്ലെ അപ്പനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഈ സമയത്തൊക്കെ മനുവച്ചനാണ് വന്ന് അതിന് നേതൃത്വം ഏറ്റെടുത്ത് പപ്പായെ കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് അച്ഛൻ ഒത്തിരി ത്യാഗമെടുത്തു. പിന്നീട് അതിനു മുമ്പായിട്ടിരുന്ന വികാരിമാരുണ്ട്. വിജയാനന്ദച്ഛനുണ്ട്. വിജയാനന്ദച്ഛനാണെങ്കിലും എന്നോട് പ്രത്യേക കരുതലും സ്നേഹവും ഒക്കെ ആയിരുന്നു. മാത്യു മരോട്ടുമുട്ടിലച്ഛനുണ്ട്, എഴുത്തച്ഛനുണ്ട്, തോമസ് ബാബു അച്ഛനുണ്ട്, ജോൺ കമ്പാറയച്ചനുണ്ട്. ജോൺ കമ്പാറയച്ചനാണ് എനിക്ക് മാമുദീസ നൽകിയത്. എനിക്ക് മാമുദീസ നൽകി ഒരു ഓർമ്മ വെച്ച കാലം മുതലേ അച്ഛൻ പറയാറുണ്ടായിരുന്നു, നീ അന്ന് എനിക്കൊരു പണി തന്നതാണ്, നീ സെമിനാരിയിൽ
പോകണമെന്നുള്ളത്. ആ പണി എന്തുവാന്ന് ഞാൻ പറയുന്നില്ല. സാധാരണഗതിയിൽ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ചെയ്യുന്നതിനോട് തന്നെ ഒന്ന് അച്ഛൻ്റെ കാപ്പയിൽ, അച്ഛൻ്റെ കുപ്പായത്തിൽ ഒന്ന് മുള്ളി, അത്രയേ ഉള്ളൂ. അന്ന് മുതലേ അച്ഛൻ്റെ ഒരു ബ്രാക്ക് എൻ്റെ തലയിൽ കിടപ്പുണ്ടായിരുന്നു. അച്ഛൻ ഇന്ന് വയ്യാഴികകൾ മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ പോലും അച്ഛൻ ഇന്ന് ഇവിടെ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിച്ചു. എങ്ങനെയായാലും അച്ഛൻ്റെ ആ ശാപം ഇന്ന് ഒരു അനുഗ്രഹമായി മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ചാമക്കാലായിൽ റമ്പാച്ചനെ ഓർക്കുന്നു. എൻ്റെ പപ്പായുടെയും അമ്മയുടെയും കല്യാണം ആശീർവദിച്ചതും ഞങ്ങളുടെ ഭവനത്തിന്റെ കൂതാശകളൊക്കെ നിർവഹിച്ചതൊക്കെ ചാമക്കാല റമ്പാച്ചനാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എൻ്റെ മുൻ വികാരിമാരെ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. മാവേലിക്കര രൂപതയിലുള്ള എല്ലാ വന്യ വൈദികരെയും കോറപ്പിസ്കോപ്പ അച്ഛന്മാരെയും റമ്പാച്ചന്മാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കറ്റാനം വൈദിക ജില്ലയുടെ ജില്ലാ വികാരിയായിരിക്കുന്ന ജോസ് വെൺമലോട്ടച്ഛനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. കറ്റാനം വൈദിക ജില്ലയിലെ വന്യ വൈദികരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഉമ്മനച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള പഠനം പന്തളം NSS സ്കൂളിലായിരുന്നു. അവിടെ നിന്ന് വന്നിട്ടുള്ള എൻ്റെ സഹപാഠികളുണ്ട്, ടീച്ചേഴ്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എൻ്റെ 8 മുതലുള്ള 10ാം ക്ലാസ് വരെയുള്ള പഠനം കൊടശനാട് NSSലായിരുന്നു. അവിടുന്ന് വന്ന ടീച്ചർ ഒരു പ്രതിനിധിയാണ്, മായ ടീച്ചർ. ബാക്കിയുള്ള ടീച്ചേഴ്സ് ഇന്നലെ പുഷ്പ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു. ബാക്കി ടീച്ചേഴ്സുകളുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. എൻ്റെ +1 +2 പഠനകാലം SNDP ചെന്നീർക്കര സ്കൂളിലായിരുന്നു. അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. എൻ്റെ ഡിഗ്രി പഠനകാലം സ്നേഹാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. ഞാൻ അവിടെ 4 വർഷക്കാലം കൊണ്ടാണ് ഡിഗ്രി പഠിച്ചത്. അവിടെ ആയിരുന്ന സാറുമാരെയെല്ലാം ഞാൻ വിളിച്ചിരുന്നു. അവിടുന്ന് എൻ്റെ കൂട്ടുകാര് വരാനായിട്ട് സാധിക്കത്തില്ല. കാര്യം അവരെല്ലാവരും കുടുംബജീവിതമായിട്ട് വിദേശങ്ങളിലൊക്കെയാണ്. എല്ലാവരും പുറത്താണ്. പക്ഷെ അവരെല്ലാവരും വിഷസ് അറിയിച്ചിരുന്നു. അവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പിന്നീട് ഞാൻ അതിനുശേഷമാണ് മൈനർ സെമിനാരിയിലേക്ക് പ്രവേശിക്കുന്നത്. മൈനർ സെമിനാരി ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിലത്തെ ആദ്യത്തെ ആളാണ് ഞാൻ ഇന്ന് അച്ഛനായി മാറുന്നത്. അടുത്ത വർഷം 2 പേര് ആവുന്നുണ്ട്, സെബാസ്റ്റ്യനും സാമുവേലും. ഇവിടെ അവർ BOC ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിനുശേഷം ഒരു 3 വർഷം കഴിയുമ്പോൾ ജെറിൻ എന്ന് പറയുന്ന ഒരു ശമാശനും ഞങ്ങളെ ബാച്ചുകാരാണ്. ഞങ്ങൾ 4 പേര്, അവരെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പിന്നീട് എൻ്റെ പഠനം, ഫിലോസഫി പഠനം അങ്ങ് കുറച്ച് ദൂരെയായിരുന്നു. ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി കുന്നോത്തായിരുന്നു. അവിടെ നിന്നുള്ള അച്ഛന്മാർ എന്നെ വിഷസ് അറിയിച്ചിട്ടുണ്ട്. കൂട്ടുകാർ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ വന്ന് എന്നെ കണ്ടിട്ടുണ്ട്. അവരോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. എൻ്റെ റീജൻസി കാലഘട്ടം മൈനർ സെമിനാരി, ക്ലർജി ഹോം, അരമന ഇവിടെയായിരുന്നു. അവിടെ പേരുപറമ്പിലച്ഛനും ജോൺസൺ അച്ഛനും അരമനയിലായിരുന്നപ്പോൾ ജോബിനച്ഛനുമായിരുന്നു എൻ്റെ ചാർജ്. അച്ഛന്മാരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇന്നലെ ആണെങ്കിൽ ഞാൻ തിയോളജി പഠിച്ചത് തിരുവനന്തപുരം മലങ്കര മേജർ സെമിനാരിയിലാണ്. അവിടെ നിന്ന് ജിജിയച്ഛൻ, ജോളിയച്ഛൻ, മലയാറ്റച്ഛൻ, വള്ളിയാട്ടച്ഛൻ, സിജിയച്ഛൻ, ചെമ്പശ്ശേരി അച്ഛൻ എന്നിവര് വന്നു. അച്ഛന്മാരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകമായിട്ട് ബിജിയച്ഛനെ ഞാൻ ഓർക്കുന്നു. എൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സായിരുന്ന പുനന്താനന്ദച്ഛൻ, ഗോഡ് ജോയ് അച്ഛൻ, എൻ്റെ ഫിലോസഫി പഠനകാലത്തെ സ്പിരിച്വൽ ഫാദറായിരുന്ന വള്ളിയാനിപ്രോ അച്ഛൻ, എൻ്റെ മൈനർ സെമിനാരി കാലഘട്ടത്തിലെ സ്പിരിച്വൽ ഫാദറായിരുന്ന ചെറിയാൻ പണിക്കരച്ഛൻ. അച്ഛൻ ക്ലർജി ഹോമിലാണ്. അച്ഛൻ ഇപ്പോൾ വയ്യ. അച്ഛൻ ആ കിടക്കയിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. പിന്നീട് ഞാൻ ഇവിടെ നിന്നായിരിക്കുമ്പോൾ എൻ്റെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലായിരുന്നു 8 മാസം ശുശ്രൂഷ ചെയ്തത്. അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് യാതൊരു വിധമായ കുറവുകളോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ അവിടെ എന്നെ കാത്ത് പരിപാലിച്ചത്, അവിടെ ഒരു അഭയം തന്നത് ജോർജ് പനക്കലച്ഛനാണ്. അച്ഛനെ ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അച്ഛനാണ് എനിക്ക് മതബോധനത്തിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. അന്ന് സൺഡേ സ്കൂളിലൊന്നും കയറാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ കർക്കശനമായ ഇതിന് കാരണം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ സെമിനാരി പോകണം, ഇതൊക്കെ പഠിച്ചിരിക്കണമെന്ന്. അപ്പോൾ സെമിനാരി പോയപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. അത് അച്ഛൻ നേരത്തെ അറിഞ്ഞിട്ടായിരിക്കണം അച്ഛൻ അന്ന് എന്നെ കുറേ ബുദ്ധിമുട്ടിച്ചത്. പക്ഷെ എന്നാലും അതൊക്കെ എനിക്ക് ഉപകാരമായി മാറി. പിന്നീട് എൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മച്ചിയെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അമ്മച്ചിയാണ് എനിക്ക് ആദ്യം ഈ ദൈവത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നത്. പിന്നീട് എൻ്റെ അപ്പനെ ഓർക്കുന്നു, എൻ്റെ അമ്മയെ ഞാൻ ഓർക്കുന്നു. അവരുടെ കുടുംബത്തിൽ നിന്ന് ഉള്ള എല്ലാ ബന്ധുമിത്രാദികളെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇന്നലെ രാത്രിയിലും 2-3 ദിവസമായിട്ട് ഈ ഇടവകയിൽ ആയിരുന്നുകൊണ്ട് കുറേ ശുശ്രൂഷകളിലായിരുന്നവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ ഇടവകയിലെ ട്രസ്റ്റി ആയിരിക്കുന്ന അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നന്ദി പറയുന്നു. സെക്രട്ടറി അച്ഛന് നന്ദി പറയുന്നു. കമ്മിറ്റി അംഗങ്ങൾക്ക് നന്ദി പറയുന്നു.
ഇവിടെ മദ്ബഹ വളരെ മനോഹരമായി അലങ്കരിച്ച സിസ്റ്റേഴ്സിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എനിക്ക് തക്സ പിടിച്ചു തന്നത് ഇടവകയുടെ പുത്രൻ തന്നെയായ കൈതവനെ അച്ഛനാണ്. അച്ഛനെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പിന്നീട് മൈക്ക് പിടിച്ചു തന്ന അനീഷച്ചനാണ്. അനീഷച്ചന് ഞാനോടാണ് ഒരുമിച്ച് കുന്നോത്ത് സെമിനാരിയിൽ പഠിക്കാനായിട്ട് പോയത്. അനീഷച്ചൻ തിയോളജി പഠിക്കാൻ പോയി, ഞാൻ ഫിലോസഫി പഠിക്കാൻ പോയി. അന്നുണ്ടായിരുന്ന ഒരു സൗഹൃദം അന്നും ഇന്നും മുറിയാതെ നിൽക്കുന്നു. അതുകൊണ്ടാണ് അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഇവിടെ മറുത്തൊന്നും പറയത്തില്ല. കാര്യം ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അങ്ങനെ ആയതുകൊണ്ട് അച്ഛൻ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ എൻ്റെ കൂടെ പട്ടം സ്വീകരിച്ച ബെനറ്റച്ചനെയും സക്കറിയാച്ചനെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എൻ്റെ സമീപ ഇടവള്ളിൽ നിന്നുള്ള ദേവോളികളായ ശങ്കരത്തിലച്ഛനെയും ചരുവിളയച്ഛനെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് ഞങ്ങൾക്ക് ക്രമീകരിച്ചു തന്ന മാത്യു കാമച്ചൻ പറമ്പിലച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പിന്നീട് ഞാൻ ഈ സെമിനാരി കയറിയ കാലം മുതൽ എനിക്ക് വേണ്ടി പ്രമോഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് മരിച്ചുപോയ നമ്മുടെ വയ്യാത്ത റൈച്ചായൻ എപ്പോൾ കണ്ടാലും ഇവിടെ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ കുപ്പായിട്ട കാലം മുതൽ റൈച്ചായൻ ഇങ്ങനെ ചെന്നിട്ട് പറയും, ജോസിന്റെ മോൻ അച്ഛനാവും. പക്ഷെ ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് ആ റൈച്ചായൻ കാണുന്നുണ്ടായിരിക്കും ഞാൻ ഇന്ന് പുരോഹിതനായി അഭിഷക്തനായി ഇങ്ങനെ നിൽക്കുമ്പോൾ. പിന്നീട് ഇന്നലെ ഇവിടെ ആയിരുന്ന സിസ്റ്റർ സെലിനെ, സിസ്റ്റർ മോബിൾ, സിസ്റ്റർ റോസ്ന, ദേശത്തെ എല്ലാ സിസ്റ്റേഴ്സിനെ ഞാൻ നന്ദി പറയുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന കൃപ സിസ്റ്ററിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇനി ഞാൻ എൻ്റെ ഇടവകയിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് കൈതവനെ അച്ഛനെ ഓർക്കുകയാണ്. കൈതവനെ അച്ഛനെ ഓർക്കുന്നു. പിന്നീട് എൻ്റെ കൂടെ വന്ന ഡോണി, അവൻ പേരെഴുതി തരണം, ആളൊരിച്ചിരി പൊങ്ങൻ, അവൻ തന്നെ പേരെഴുതി തരുന്നേ. ഡോണി ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കൈതവനെ അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് അച്ഛന് വല്ലാത്തൊരു വേദനയായിരുന്നു. കാര്യം ഞാൻ കരയത്തില്ല എന്ന് ഇന്നലെ ഞാൻ വൈകിട്ട് തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ടാണ് കുർബാനയ്ക്ക് ഞാൻ കരഞ്ഞില്ല. ഇന്ന് ഞാൻ കരയത്തില്ല. കരഞ്ഞാൽ എനിക്ക് ഫുൾ ടൈം കരയണം, ചിരിച്ചാൽ എനിക്ക് ഫുൾ ടൈം ചിരിക്കണം. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാനേ സാധിക്കുന്നില്ലായിരുന്നു. ഇന്നലെ പക്ഷേ ഞാനൊരു 1 മണി വരെ ഉറങ്ങിയിട്ടില്ല. ആ സമയങ്ങളിൽ എൻ്റെ മനസ്സ് മൊത്തം അസ്വസ്ഥമായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് കരയത്തില്ല എന്നൊരു തീരുമാനം ഇന്നലെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം കണ്ണുനീര് കഴിഞ്ഞ 1 വർഷം എൻ്റെ വേദനയുടെ കാലഘട്ടത്തിൽ ഞാൻ ഒഴുക്കി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇപ്പം വരാത്ത കണ്ണുനീര് അന്നെല്ലാം ഒഴുകി തീർന്നതാണ്. അതുകൊണ്ടാണ് എൻ്റെ കണ്ണുനീരിൻ്റെ ആ ഒരു ലെവൽ വറ്റിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് ആ കണ്ണുനീരൊന്നും വരാത്തത്. എൻ്റെ കൈതവനേച്ചനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കൈതവനേച്ചൻ എനിക്ക് വേണ്ടി ഒത്തിരി ത്യാഗം ഏറ്റെടുക്കുന്നുണ്ട്. കാര്യം പല വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇടവകയിൽ നിന്നൊരു ദൈവവിളിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ കൈതവനച്ചനായിരുന്നു റെക്ടർ. ഒരു റെക്ടർ എന്ന് പറയുമ്പോൾ ആരുടെയും ഒരു കംഫർട്ട് സോൺ നോക്കിയിട്ടല്ല ഒരു റെക്ടറിന് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നത്. റെക്ടറിന് ദൈവത്തോടാണ് നീതി പുലർത്തേണ്ടത്. ആ ഒരു രീതിയിൽ കൈതവനച്ചനിൽ നിന്ന് കുറെ വേദനകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വേദനകളൊക്കെ ദൈവത്തോടുള്ള അച്ഛൻ്റെ നീതിബോധമാണ് എന്ന് നമുക്ക് കൈതവനച്ചനെ അറിയുമ്പോൾ അറിയാൻ സാധിക്കും. പക്ഷെ ആ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ത്യാഗങ്ങൾ എടുത്തോ അതെല്ലാം ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. അച്ഛനോട് ഒരിക്കലും വാക്കിൽ പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയും കടപ്പാടും എനിക്കുണ്ട്. അച്ഛനോട് ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ അച്ഛനോടുള്ള ഒരു കടപ്പാട് എൻ്റെ മരണം വരെയും ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം അച്ഛനോട് നന്ദി പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ അതൊരു ഔപചാരികതയുടെ പേരിലായി പോകും. ഒരിക്കലും ഞാൻ അച്ഛനോട് എൻ്റെ ജീവിതം തന്നെ ഞാൻ അച്ഛൻ്റെ കാൽ കീഴിൽ സമർപ്പിക്കുകയാണ്. പിന്നീട് ഞാൻ പറയുന്നത് ഡെന്നിസ് അച്ഛനാണ്. അച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ ചിരിക്കുമായിരിക്കും. എന്നാൽ തന്നെ ഡെന്നിസ് അച്ഛനും പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ എനിക്ക് വീട്ടിലൊരു 2 ആഴ്ച, ഞാൻ ആ ഒരു വർഷം നാട്ടിൽ വന്നിട്ടില്ല. പക്ഷെ ഒരു 2 ആഴ്ച കാലത്തോളം എനിക്ക് വീട്ടിൽ വന്ന് നിൽക്കേണ്ടതായിട്ട് വന്നു. വീട്ടിൽ വന്ന് നിന്നപ്പോൾ അതിനേക്കാട്ടിൽ പ്രശ്നമാണ്. കാര്യം ഞാൻ അന്ന് ഒരു നേരമേ ആഹാരം കഴിക്കുന്നുള്ളായിരുന്നു. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അപ്പനും അമ്മയും സഹതാപത്തോടെ എൻ്റെ കട്ടിലിൻ്റെ അവിടെ വന്ന് കിടക്കും. ഞാനെന്തോ ചെയ്യാനാ? അവരോട് എനിക്കൊന്നും പറയാനുമില്ല, അവരെ കേൾക്കാനുമുള്ള മനസ്സ് എനിക്കില്ല. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഞാൻ അവിടുത്തെ വാസം അവസാനിപ്പിച്ച് പിന്നീട് അഭയം തേടിയത് പെരിങ്ങനാട് മേടയിലാണ്. ഡെന്നിസ് അച്ഛൻ്റെ അടുത്താണ് ഞാൻ അവിടെ പോയി കിടന്നത്. അവിടെയും പോയി ഒരു ചത്ത ശവത്തെ പോലെ ഞാൻ അവിടെ കിടക്കുമ്പോൾ ഡെന്നിസ് അച്ഛൻ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി ആഹാരം മേടിച്ചു തരുന്നു. വൈകുന്നേരം പിന്നെയും പുറത്തു പോയി ആഹാരം മേടിച്ചു തരുന്നു. ഇങ്ങനെ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ വേദനയിൽ
സ്വന്തം ചേട്ടൻ കൂടെയുള്ള ഒരു അനുഭവം എനിക്ക് ഡെന്നീസ് അച്ഛനിൽ കിട്ടി. എൻ്റെ വേദനയുടെ, എൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് എന്നെ ചേർത്ത് നിർത്തിയ അച്ഛനാണ് ഡെന്നീസ് അച്ഛൻ. ഡെന്നീസ് അച്ഛനോടും ഞാൻ ഇവിടെ വെച്ച് നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതും ഒരു തെറ്റ് തന്നെയാണ്. അച്ഛനോടും ജീവിത അവസാനം വരെ കടപ്പെട്ടവനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നീട് സിസ്റ്റർ മാർഗരറ്റ് അമ്മ ഇന്ന് സ്വർഗത്തിലായിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് എല്ലാ അവധിക്കാലങ്ങളിലും തിരുവനന്തപുരത്ത് പോകുമ്പോൾ അമ്മയുടെ കബറിടത്തിൽ പോയി അമ്മയുടെ ആ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇടവകയിലെ ദൈവവിളികളെല്ലാം പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മയിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അമ്മയെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. സിസ്റ്റർ പാസ്കലമ്മയെ ഓർക്കുന്നു. പാസ്കലാമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു ഈ ഇടവക ദൈവവിളികൾ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് എന്ത് പോസ്റ്റ് വന്നാലും ഞങ്ങളുടെ അമ്മ 10:30 ആണെങ്കിലും 11 മണിയാണെങ്കിലും കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇടും. സത്യം പറഞ്ഞാൽ എത്ര വേദനയിലിരിക്കുവാണെങ്കിലും ചിലപ്പോൾ എനിക്ക് ചിരി വരും. ഞാൻ ഡീകംബട്ട സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാത്തടത്തെല്ലാം അമ്മ വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞേക്കുക. അപ്പൊ ജോസ്നസ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് എന്തിനാ കൺഗ്രാജുലേഷൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, പാസ്കലാമയല്ലേ പറഞ്ഞു, അത് വെച്ചു. എനിക്ക് പറയേണ്ടത് പകരം ഫോർവേഡ് ചെയ്ത് ജോസ്ന സിസ്റ്ററിന് അമ്മ അയച്ചു കൊടുത്ത്. പക്ഷെ സാരമില്ല, അമ്മയുടെ കരുതലും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഹൃദയത്തിൽ ചാലിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് റോജ സിസ്റ്റർ എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു തൻ്റെടിയാണെന്ന്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹമുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ ആ വേദനയുടെ സമയത്താണെങ്കിലും എന്നെ വിളിച്ചത് റോജ സിസ്റ്ററേ ഉള്ളൂ. ഞാൻ വേറെ ആരുടെ ഫോണിൽ നിൽക്കാറ്. എന്നെ വിളിച്ചിട്ടേക്കും, എടാ എന്തുവായടാ. ഞാൻ പറയും, ഒന്നും ആയിട്ടില്ല, ഒന്ന് പ്രാർത്ഥിക്കവിടെ ഇരുത്. അപ്പോൾ ഈ സമയത്തെല്ലാം ഞാൻ സത്യം പറഞ്ഞ ആ ഒരു വർഷം ഫോൺ അധികം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. ഞാൻ അവിടെ ഒരു ചാപ്പലുണ്ടായിരുന്നു. ആ ചാപ്പലൊന്ന് മനോഹരമായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് ഞാൻ അവിടെ തന്നെ കുടിയിരിക്കുമായിരുന്നു. അതിനിടയ്ക്കാണ് റോജ സിസ്റ്റർ വിളിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല. ഞാൻ അവിടെ കിടക്കുമ്പോൾ റോജ സിസ്റ്റർ എന്തുവായടാ. അപ്പം എനിക്കത് ഓർക്കുമ്പോൾ പിന്നെയും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനമായിരുന്നു. എൻ്റെ ആ വേദനയുടെ കാലഘട്ടത്തിലാണെങ്കിലും റോജ സിസ്റ്റർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീടാണെങ്കിലും എൽസ സിസ്റ്റർ ദൈവവിളി സ്വീകരിച്ച് ഇവിടുന്ന് പോയപ്പോഴൊക്കെ എനിക്കറിയാവുന്നതാണ്. ഒരു സ്വന്തം ചേച്ചിയെ പോലെ കരുതുന്ന സിസ്റ്ററാണ് എൽസ സിസ്റ്ററെ ഞാൻ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. പിന്നീട് ജോസ് സിസ്റ്റർ എൻ്റെ അനിയത്തിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് മഠത്തിൽ പോയി ഇപ്പോൾ സിസ്റ്ററായി സഭയെ ശുശ്രൂഷിക്കുന്നു. ജോസ് സിസ്റ്ററിന്റെ നേതൃത്വത്തിലൂടെയാണ് ഇവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചത്. ആ സിസ്റ്ററിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇന്ന് ഈ ഒരു ഈവെന്റിന് വീഡിയോ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെ അനുഗ്രഹിക്കുന്നത് ഫോക്സൈ ആണ്. ഫോക്സൈ ടോംസൺ എൻ്റെ ബാച്ചുകാരനാണ്. അവന് ഫിലോസഫിക്ക് പോകാൻ നേരത്താണ് അവന് പെട്ടെന്ന് അവൻ്റെ ദൈവവിളി വേറൊരു തലത്തിലോട്ട് അവൻ മാറ്റി. അവനെ അങ്ങോട്ട് പോയി. അവനിപ്പോൾ ഇതിൻ്റെ ചാർജായിട്ടൊക്കെ ഇരിക്കുന്നു. അവനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഫോക്സൈ മീഡിയയെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇന്നിവിടെ TV ക്രമീകരിച്ചു തന്നത് വാവയണ്ണൻ്റെ നേതൃത്വത്തിലാണ്. അണ്ണനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പിന്നീട് ഞാൻ നന്ദി പറയേണ്ടത് കൊയറിനാണ്. കൊയറിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയണം. കാര്യം ഞാൻ ഇതിലേക്കോ പോയി എവിടേക്കോ കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ കൊയറുകാർക്ക് ഇതൊക്കെ എടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ മെൽബിൻ അച്ഛൻ ഇത്രയും കോച്ചിങ് കൊടുത്ത് അവരെ അതിമനോഹരമായിട്ട് പാടിച്ചത് കൊണ്ട് എൻ്റെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ആ കൊയർ അതെല്ലാം മേക്കപ്പ് ചെയ്തു എന്ന് എനിക്കറിയാം. അച്ഛൻ എടുത്ത ത്യാഗത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ആ കൊയറുകാരെടുത്ത ത്യാഗത്തെ അതിനേക്കാൾ ഉപരി ഞാൻ ഓർക്കുന്നു. കാര്യം ഞാൻ ഇതൊക്കെ കൊണ്ടു നിർത്തുമ്പോൾ ഇവർ ആമീനും കുറിയലൈസോനൊക്കെ പറയാൻ നല്ലപോലെ പാടുപെട്ടു എന്ന് എനിക്കറിയാം. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള ശേഷിയില്ലായിരുന്നു. പിന്നെ അന്ന് എൻ്റെ തൊണ്ടയെല്ലാം വരണ്ടുപോയി, എന്താണെന്നറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടാണ് അവിടെ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കൊയറുകാരെടുത്ത ത്യാഗത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവർക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പിന്നീടാണെങ്കിലും ഞങ്ങളുടെ മാവേലിക്കര ഭദ്രാസനത്തിലെ MCOM ഞങ്ങളോട് കാണിച്ച കരുതലും സ്നേഹവും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കറ്റാനം വൈദിക ജില്ലയിലെ MCOM സുഹൃത്തുക്കളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പിന്നീട് ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഇടവകയിലെ MCOM സുഹൃത്തുക്കൾ അവരാണ് ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി ത്യാഗം എടുത്തത്. കാര്യം ഇന്നലെ ഞാനൊരു 11 മണിക്ക് വിളിച്ചപ്പോഴും അവൻ്റെ ഫ്ലെക്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എനിക്ക് രാത്രിയിൽ ഒരുത്തിന് അയച്ചു തന്നു. ഞാനപ്പോൾ വിചാരിക്കുകയും ചെയ്തു, ദൈവമേ, ഞാൻ അവിടെ സുഖിച്ചിരിക്കുമ്പോൾ ഇവരിവിടെ കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ എന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നീട് ഫുഡ് ക്രമീകരിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് നന്ദിയുടെ ഒരു ആവശ്യമില്ല. എങ്കിൽ പിന്നെ എന്നാൽ തന്നെ അവരായെടുത്ത ത്യാഗത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവസാനമായിട്ട് വികാരിയച്ഛന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വികാരിയച്ഛൻ പറഞ്ഞതിനോട് തന്നെ ഞാനും മെൽബിനച്ഛനും വളരെ നാളുകൾക്ക് മുമ്പുള്ള പരിചയമാണ്. മെൽബിനച്ഛനെ ഞാൻ ആദ്യം കാണുന്നത് ഇവിടെ പണ്ട് ഒരു BOC നടന്നപ്പോൾ എന്നെ ഒന്ന് ഇറക്കി വിട്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ
മെൽവിനച്ഛനാണ് ആ അച്ഛനെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാൻ പിന്നീട് ഇങ്ങനെ സെമിനാരിൽ കയറിയതിനു ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെട്ടെ. എനിക്കപ്പോൾ മുഖം ഇങ്ങനെ ഓർമ്മയുണ്ട്. മെൽവിനച്ഛൻ പറയുന്നത് ഞാൻ അന്ന് അച്ഛനെ കൊണ്ടുപോകാൻ വന്നത് എനിക്കന്നേരം മനസ്സിലായില്ല. അപ്പം അന്ന് ഞങ്ങൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു കുരുത്തക്കേട് കാണിച്ചു, എന്നെ അച്ഛൻ ഇറക്കി വിട്ടു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് മധ്യസ്ഥം നിൽക്കാൻ വന്നത് മെൽവിനച്ഛനായിരുന്നു. പിന്നീട് ഞാൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതറിയുന്നത്. പിന്നീട് സെമിനാരി വന്നപ്പോഴാണെങ്കിലും മൈനർ സെമിനാരിയിൽ വന്നപ്പോൾ അച്ഛൻ എൻ്റെ റീജൻ്റ് ആയിരുന്നു അല്ലേ, എൻ്റെ റീജൻസി ആയിരുന്നു. അപ്പം അച്ഛൻ എന്നോട് ഭയങ്കര സൗഹൃദമായിരുന്നു. അതും ഒരു ദിവസം ഒരു പണി കിട്ടി. മംഗലത്തച്ഛനാണ് റെക്ടർ അച്ഛൻ. അന്ന് ഞങ്ങൾ രണ്ടുപേരോട് അപ്പം ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് ഞാൻ ഒരു ജ്യൂസ് കുടിക്കണമെന്നുള്ള ഒരാഗ്രഹം പറഞ്ഞു. അങ്ങനെ മംഗലത്തച്ഛനോട് ചോദിക്കാതായിരുന്നു തോന്നുന്നു, പുറത്തുപോയി. അത് ദൈവം ഒരു കാര്യം നിയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പൊക്കും. അപ്പം അന്ന് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് പാലും മേടിച്ചുകൊണ്ട് തിരിച്ചു വന്നതാ. വണ്ടി അങ്ങ് മറിഞ്ഞു, എൻ്റെ കൈയും മുറിഞ്ഞു, അച്ഛൻ്റെയും കൈയും ഒക്കെ മുറിഞ്ഞു. അന്ന് മംഗലത്തച്ഛൻ പൊക്കുകയും ചെയ്തു, വഴക്കും കിട്ടി. അപ്പം അതിനുശേഷം ആണെങ്കിലും ഞങ്ങളുടെ സൗഹൃദം ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. തിയോളജി പഠനകാലത്താണെങ്കിൽ അച്ഛൻ ഡീക്കനായിട്ടിരുന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ തിയോളജിയിലായിരുന്നു. പിന്നീടുള്ള സൗഹൃദങ്ങൾ വളരെ ഊഷ്മളതയോടുകൂടിയോട്ടുള്ള സ്വീകരണങ്ങളായിരുന്നു. അച്ഛൻ എന്നെ കരുതാനും ഞാൻ അച്ഛനെ എപ്പോഴും കേൾക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു പ്രായക്കാരാണ്. അച്ഛൻ പറയും ഞാൻ ചിലപ്പോൾ മൂത്തതാണെന്നൊക്കെ പറയും. അതൊക്കെ അച്ഛൻ്റെ കുലിസിത പ്രവർത്തികളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങൾ ഏകദേശം ഒരു വയസ്സിനോ എല്ലാം വ്യത്യാസം വരുത്തുള്ളൂ. അച്ഛനെ ഈ ദിവസങ്ങളിലെല്ലാം ഒത്തിരി ത്യാഗമെടുത്തായിരുന്നു. കാര്യം എനിക്കറിയാം, ഞാൻ വിളിക്കുമ്പോഴെല്ലാം അച്ഛൻ ഓരോ പ്രവർത്തനങ്ങളാണ്. അച്ഛൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ബേസിക്കലി ഒരു മടിയനുമാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇത്രയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ അതിശയപ്പെട്ടിട്ടുണ്ട്, അച്ഛൻ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. അച്ഛനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അച്ഛൻ്റെ പൗരോഹിത്യത്തിൽ ഇനി ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാൻ അച്ഛന് സാധിക്കട്ടെ. ഇത് കഴിഞ്ഞാൽ അച്ഛന് വലിയ വലിയ പൊസിഷനുകളിലേക്ക് അച്ഛൻ പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പിന്നീട് എൻ്റെ അനിയന് ഞാൻ നന്ദി പറഞ്ഞില്ല. അനിയന്മാർക്ക് എൻ്റെ ജസ്റ്റിനും അൻസുവും അവർ വിദേശത്താണ്. അവർക്ക് നാട്ടിലെത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു. കാര്യം ജസ്റ്റിനൊന്ന് ജോലിക്ക് കയറിയിട്ട് 1-2 മാസമേ ആയുള്ളൂ. ഇനി ആ ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് ചെലവിന് കൊടുക്കാനുള്ള നിവൃത്തി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത്, നീ ഇങ്ങനെ സാഹസമൊന്നും കാണിക്കരുത്, എനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് നിനക്ക് ചെലവിന് തരാനുള്ള ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ആ ഒരു സംരംഭത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. പിന്നീട് ജിതിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ജിതിനാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനായിട്ട് ഓടി നടന്നത്. ജിതിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് വളരെ വ്യക്തമല്ല. കാര്യം സമയം. തുരുത്തിയിൽ റമ്പാച്ചനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. എൻ്റെ റീജൻസി സമയത്താണ് അച്ഛൻ സ്വർഗീയ ഭവനത്തിലേക്ക് പോയത്. എൻ്റെ ശുശ്രൂഷ അവസാനം അച്ഛന് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പം അച്ഛൻ സ്വർഗീയ സമ്മാനത്തിന് പോയപ്പോൾ ഞാൻ റീജൻസി ആണ്. കോശി അച്ഛൻ മരിച്ചപ്പോഴും ഞാനാണ് റീജൻസി ചെയ്തത്. അപ്പോൾ അവരെ രണ്ടുപേരെയും ഈ അവസാന യാത്രയാക്കാനും റൂമൊക്കെ പൂട്ടാനൊക്കെ എനിക്കാണ് അവസരം ലഭിച്ചത്. അത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി